കൊൽക്കത്ത നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ റൺവേക്ക് സമീപമുള്ള പള്ളി സുരക്ഷാ പ്രശ്നങ്ങൾ വരുത്തുന്നതായി സിവിൽ ഏവിയേഷൻ മന്ത്രാലയം. മസ്ജിദ് മാറ്റി സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാർ മുൻകൈയെടുക്കണം എന്ന് BJP ആവശ്യപ്പെടുന്നു. പ്രീണന രാഷ്ട്രീയത്തിനായി യാത്രക്കാരുടെ സുരക്ഷ ബലികഴിക്കാൻ കഴിയില്ലെന്ന് BJP IT സെൽ മേധാവി അമിത് മാളവ്യ. എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, വളരെ ഗൗരവതരമായ ഒരു വസ്തുതയാണ് നിലവിലിപ്പോൾ ഈ എയർപോർട്ടുമായി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. എന്താണ് സാഹചര്യം, അതോടൊപ്പം എന്താണ് വസ്തുതകൾ? രോഹിണി, പശ്ചിമ ബംഗാളിലെ കൊൽക്കത്ത നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം, ഈ വിമാനത്താവളത്തിനുള്ളിൽ ഒരു മസ്ജിദ് ഉണ്ട്. ബംഗ്ര മസ്ജിദ് എന്നാണ് ഈ മസ്ജിദ് അറിയപ്പെടുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഈ വിമാനത്താവളം സ്ഥാപിക്കുന്നതിന് മുമ്പേ തന്നെ ഈ മേഖലയിൽ ഉണ്ടായിരുന്നതാണ്. യഥാർത്ഥത്തിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഏകദേശം 1890 കാലയളവിലാണ് ഈ പള്ളി സ്ഥാപിതമായിരിക്കുന്നത്. ശേഷം ഏതാണ്ട് 1950-60 കാലഘട്ടത്തിൽ ഈ വിമാനത്താവളത്തിൻ്റെ വികസനമുണ്ടായി. അങ്ങനെ വികസനമുണ്ടായപ്പോൾ കൂടുതൽ സ്ഥലങ്ങൾ ഏറ്റെടുത്തതിൻ്റെ ഭാഗമായിട്ട് ഈ പള്ളി അടക്കം നിൽക്കുന്ന സ്ഥലം റൺവേയുടെ വികസന പ്രവർത്തനങ്ങൾക്കായി ഏറ്റെടുക്കേണ്ടി വന്നു. തുടർന്നാണ് ഈ പള്ളി നിൽക്കുന്നതിന് സമീപം തന്നെ രണ്ടാമത്തെ റൺവേ സ്ഥാപിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ഈ റൺവേ എന്നുള്ളത് അടിയന്തര ഘട്ടത്തിൽ മാത്രം ഉപയോഗിക്കുന്ന റൺവേ ആണ് ഈ രണ്ടാമത്തെ റൺവേ. അതേസമയം ഈ ഒന്നാം റൺവേയിലേക്ക് വിമാനങ്ങൾ പാർക്കിംഗ് ബേയിൽ നിന്ന് ടാക്സി ചെയ്ത് റൺവേയിലേക്ക് പോകുന്ന അവസരത്തിൽ ഈ പള്ളിയുടെ സമീപം കൂടിയാണ് പോകുന്നത്. ഇത് യാത്രക്കാർക്ക് വലിയ പ്രശ്നങ്ങൾ, സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് നേരത്തെ സുഗമമായി ഈ ആൾക്കാർക്ക് ഈ മസ്ജിദിലേക്ക് എത്താമായിരുന്നു. എന്നാൽ പിന്നീട് സുരക്ഷാ പ്രശ്നങ്ങളും മറ്റും കാരണം ഇപ്പോൾ നിലവിൽ ഈ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രത്യേക വാഹനത്തിലാണ് ഈ പള്ളിയിലേക്ക് ജനങ്ങളെ എത്തിക്കുന്നത്. സാധാരണഗതിയിൽ ഏതാണ്ട് 50ഓളം ആൾക്കാർ ദിവസവും പള്ളിയിലെത്തുമെന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് റംസാൻ ദിവസങ്ങളിലൊക്കെ 1000 കണക്കിന് ആൾക്കാർ ഈ പള്ളിയിലേക്ക് എത്തും. അത് വലിയ രീതിയിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട് എന്നുള്ളതാണ്. നേരത്തെ തന്നെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യയും അന്നത്തെ സിവിൽ ഏവിയേഷൻ മന്ത്രിയുമായി ചർച്ച ചെയ്ത് ഇത് മാറ്റി സ്ഥാപിക്കുവാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതാണ്. എന്നാൽ പിന്നീട് പല കാരണങ്ങളാൽ, അത് പ്രത്യേകിച്ച് പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി തന്നെ ഇത് ഈ പള്ളി വീണ്ടും അവിടെ തന്നെ സ്ഥാപിക്കേണ്ട, അല്ലെങ്കിൽ അത് അവിടെ തന്നെ നിലനിർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഏതായാലും ഇപ്പോൾ BJP വ്യക്തമാക്കുന്നത് ഇത് യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് വലിയ പ്രശ്നമാണ്. അമിത് മാളവ്യ, BJPയുടെ IT സെൽ മേധാവി, വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ഫലമാണ്. പ്രീണന രാഷ്ട്രീയത്തിനായി ആയിരക്കണക്കിന് യാത്രക്കാരുടെയൊക്കെ സുരക്ഷയെ വെല്ലുവിളിക്കുകയാണ് മമതാ സർക്കാർ എന്നുള്ളതാണ്. സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് ഈ പള്ളി മാറ്റി സ്ഥാപിക്കണമെന്നുള്ളതാണ് പ്രധാനമായി ഇപ്പോൾ സർക്കാർ അല്ലെങ്കിൽ BJP വ്യക്തമാക്കുന്നത്. സർക്കാർ അതിന് മുൻകൈ എടുക്കണമെന്നും BJP ആവശ്യപ്പെടുന്നു. നിലവിലത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഈ പള്ളിയുടെ പരിപാലനമുള്ളത്. ഇത് മാറ്റി സ്ഥാപിക്കുന്നതിന് അവിടുത്തെ മുസ്ലിം സംഘടനകളൊക്കെ വലിയ രീതിയിലുള്ള എതിർപ്പുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ചർച്ചകൾ മുന്നോട്ട് വെച്ചപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ എതിർപ്പുകൾ ഉണ്ടാകുകയും ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് നിരവധി ലേഖനങ്ങൾ മാധ്യമങ്ങളിലും അതേപോലെ തന്നെ മറ്റ് ബുക്കുകളിലുമൊക്കെ തന്നെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പള്ളി മാറ്റി സ്ഥാപിക്കേണ്ടതിൻ്റെ അനിവാര്യത ചില മുസ്ലിം പണ്ഡിതന്മാരും മറ്റും ഉയർത്തിക്കാട്ടിയിട്ടുണ്ട്. അതേസമയം പശ്ചിമ ബംഗാൾ സർക്കാർ, മമതാ സർക്കാർ, മുസ്ലിം പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ഫലമായി ഇതിന്മേൽ നടപടിയെടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായി ഇപ്പോൾ BJP ചൂണ്ടിക്കാണിക്കുന്നത്. ശരി, എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.